ആ വൃത്താന്തത്തിൽ മായം ചേർക്കുന്നത് കൊണ്ട് അപ്പോഴാണ് അനീതി ഉണ്ടാവുക. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, വഖബിലിൽ ഹഖ മിമ്മൻ ജാഅ ബിഹി മിൻ സഈരിൻ ഔ കബീരിൻ വലൗ കാന ബഈദ. എത്ര വലിയ അർത്ഥ ആശയമുള്ള ഹദീസാണത്. എന്തൊരു മനോഹരമായ ഹദീസ്. വഖബിലിൽ ഹഖ്, നീ സത്യം സ്വീകരിക്കണം. നമ്മോട് പറയുന്നു, നീ സത്യം സ്വീകരിക്കണം. മിമ്മൻ ജാഅ ബിഹി, ആ സത്യം കൊണ്ടുവന്നവൻ, മിൻ സഈരിൻ ഔ കബീർ, കൊണ്ടുവന്നവൻ വലിയവനാവട്ടെ ചെറിയവനാവട്ടെ, ആര് കൊണ്ടുവന്നു എന്ന് നോക്കണ്ട. സത്യസന്ധമായൊരു വൃത്താന്തം നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ആരാന്ന് നോക്കാൻ പാടില്ല. ആരാണ് കൊണ്ടുവന്നത്? ചെറിയവനോ വലിയവനോ പോരാ. വലൗകാന ബഗീള, നിന്റെ കൊടിയ ശത്രുവാണത് കൊണ്ടുവന്നതെങ്കിൽ പോലും. ഒരു ശത്രു നമ്മളോട് വന്നിട്ട് സത്യസന്ധമായ വാർത്ത പറഞ്ഞു സ്വീകരിക്കണം, വഖബിൽ സ്വീകരിക്കുക. അതേ അർത്ഥത്തിൽ മളവിലും പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, വർദ്ദുദിൽ ബാത്തിൽ, വർദ്ദുദിൽ ബാത്തിൽ, ബാത്തിൽ തള്ളിക്കള, നീ തിന്മ തള്ളിക്കളയണം. മിമ്മൻ ജാഅ ബിഹി മിൻ സഈരിൻ ഔ കബീരിൻ വലൗ കാന ഹബീബൻ ഔ ഖരീബാ. എന്താണ് ആ വാക്കൊക്കെ? വർദ്ദുദിൽ ബാത്തിൽ, തിന്മ തള്ളിക്കളയണം. ഒരു വാർത്തയിട്ട് ഒരാൾ നിന്റെ മുമ്പിൽ വന്നു, ശരിയല്ലെന്ന് എനിക്ക് തോന്നി, തള്ളിക്കോ. മിമ്മൻ ജാഅ ബിഹി മിൻ സഈരിൻ ഔ കബീർ, വലിയോ കൊണ്ടെന്നാലും ചെറിയോ കൊണ്ടെന്നാലും പോരാ. വലൗ കാന ഹബീബൻ ഔ ഖരീബാ, ആ വാർത്ത കൊണ്ടുവന്ന ആൾ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അതുപോലെ നിന്റെ അടുത്ത കുടുംബക്കാരനും ആണ് എങ്കിൽ പോലും തള്ളു. നീ വാർത്തയുടെ സത്യസന്ധതയെ നോക്കേണ്ടത്. ഉമ്മത്തൂരങ്ങാടിയിൽ രണ്ടാൾ തമ്മിൽ അടികൂടുന്നത് നിങ്ങൾ കണ്ടാൽ, ഒന്ന് ഹിന്ദുവും ഒന്ന് മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഇന്നത്തെ കമ്മ്യൂണൽ പോളറൈസേഷന്റെ ബേസ് വെച്ച് നിങ്ങൾ പറയും മുസ്ലിം മുസ്ലിമിന്റെ കൂടെ, ഹിന്ദു ഹിന്ദുവിന്റെ കൂടെ. ഇസ്ലാം അത് പറഞ്ഞിട്ടേ ഇല്ല. ഇസ്ലാം അത് പറഞ്ഞിട്ടില്ല. ഇസ്ലാം പറഞ്ഞത് ആരുടെ കയ്യിലാണ് നീതി അവന്റെ കൂടെ നിൽക്ക്, ആരാണ് ലാലിം അവനെ തടുക്ക്. ഉൻസുർ അഖാക ലാലിമൻ ഔ മദ്ലൂമാ, നീ അവിടെ ഇടപെട്ടിട്ട് ലാലിമിനെയും തടുക്കണം മദ്ലൂമിനെയും തടുക്കണം. എങ്ങനെ? സ്വഹാബത്ത് ചോദിച്ചു, ലാലിമിനെ തടുക്കാൻ ഞങ്ങൾക്കറിയാം, ആക്രമിക്കുന്നവനെ ഞങ്ങൾക്ക് തടുക്കാൻ അറിയാം. അക്രമം ഏൽക്കുന്നവനെ ഞങ്ങൾക്ക് സഹായിക്കാൻ അറിയാം. ഉൻസുർ സഹായിക്കുന്നതാണ്. ഉൻസുർ നീ സഹായിക്കുക, ലാലിമിനെയും സഹായിക്കും മദ്ലൂമിനെയും സഹായിക്കും. ആക്രമിക്കപ്പെടുന്നവനെ ഞങ്ങൾക്ക് സഹായിക്കാൻ അറിയാം. അക്രമിയെ ഞങ്ങൾ എങ്ങനെ സഹായിക്കും? ആക്രമിക്കുന്നവനെ ഞങ്ങൾ എങ്ങനെ സഹായിക്കും? പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, തംനഉഹു അനിൽ ളുൽം, അവന്റെ അക്രമത്തെ നീ തടുക്കുക. ഫദാലിക നസ്റു, അത് സഹായമാണ്. അവന്റെ അക്രമത്തെ നീ ചെറുക്കണം. അപ്പൊ നമ്മൾ അങ്ങാടിയിൽ രണ്ടുപേർ അടികൂടുമ്പോ ജാതി നോക്കി പക്ഷം ചേരാൻ പാടില്ല, പാർട്ടി നോക്കി പക്ഷം ചേരാൻ പാടില്ല. ഇങ്ങനെ ലോകത്തോട് പറഞ്ഞ ഒരു മതമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ. ആ മതത്തിന്റെ അനുയായികളാണ് നമ്മള്. ഈ മതം ലോകത്ത് പ്രചരിച്ചതിന്റെ ബേസ് നോക്കണം നിങ്ങൾ. ആ ബേസ് അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ പ്രബോധകരാകേണ്ടവരില്ലേ നമ്മൾ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണ പ്രബോധന പ്രവർത്തനം നിർവഹിച്ച മഹത്തുക്കളുടെ ചരിത്രം പഠിക്കും. നമ്മൾ ആ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണാനുണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പ്രബോധനം ചെയ്ത മഹത്തുക്കൾ. ഇമാം ഷഅബി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങൾ വലിയ മഹാന. ശരിക്കും ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യം. ഇമാം ഷഅബി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങൾ ജനമധ്യത്തിൽ നിൽക്കുന്നു. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നു. ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ടവരെ ഒരാൾ വന്ന് ചീത്ത വിളിക്കുന്നു. വളരെ മോശമായിട്ട് ചീത്ത പറയാം. അപ്പൊ നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മാന്യനായ മനുഷ്യനെ ഒരാൾ വന്ന് ചീത്ത പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വളരെ മോശമായി ചീത്ത വിളിച്ചു. അദ്ദേഹം ഒക്കെ ഇരുന്ന് കേട്ടു, ഒന്നും പറഞ്ഞില്ല, കേട്ടു. എല്ലാം വളരെ ഭവ്യതയോടുകൂടി കേട്ടു. കേട്ടൊക്കെ കഴിഞ്ഞു. രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോഴല്ലേ കുഴപ്പമുണ്ടാവും? ശബ്ദമുണ്ടാക്കണമെങ്കിൽ രണ്ട് കൈയും കൂട്ടിയടിക്കണമല്ലോ. ഒന്നും ചെയ്തില്ല. യാതൊന്നും ചെയ്യാതെ അങ്ങനെ മൗനമായി നിന്നു. എല്ലാം കഴിഞ്ഞാൽ നിർത്തി കഴിഞ്ഞപ്പോൾ അയാളെ വിളിച്ചു, ഇവിടെ വാ, വിളിച്ചു. നോക്കണം നിങ്ങൾ. നിർത്തി കഴിഞ്ഞപ്പോൾ അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ കൈ കൊടുത്തു, ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? നീ എന്നെക്കുറിച്ച് ഒരുപാട് കുറ്റം പറഞ്ഞു. നീ പറഞ്ഞ കുറ്റം മുഴുവൻ എന്നിലുണ്ടെങ്കിലോ ഞാൻ തെറ്റുകാരനാണല്ലോ. ആളുകൾക്ക് അന്തം വിട്ട് നിൽക്കുക. നല്ലൊരു സൂഫിയ പറയുന്നത്. എല്ലാ ജാതി മതസ്ഥരുള്ള സാഹസിൽ അവരിങ്ങനെ സാഹൂതം വീക്ഷിക്കുക. നീ പറഞ്ഞ തെറ്റൊക്കെ എന്നിലുണ്ടെങ്കിൽ ഞാൻ തെറ്റുകാരനല്ലേ? ഇൻകുന്ത സ്വാദിക്ക, നീ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ കേട്ടോ. വൈൻകുന്ത കാദിബ, നീ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ കളവാണെങ്കിലോ ഫഅഫറല്ലാഹു ലക, നിനക്കും പടച്ചറബ് പുറത്തട്ടെ, പോയിക്കോന്ന് അവൻ പിരിച്ചുവിട്ടു. ഒരു കുഴപ്പമില്ല. കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് തള്ളിപ്പോയി. എന്താ ഇത്? പരസ്യമായി ജനമധ്യത്തിൽ ചീത്ത വിളിച്ച ഒരാളെ വിളിച്ചിട്ട് പറയാം, നീ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ എന്റെ കുറ്റം ശരിയാണെങ്കിൽ പടച്ചോൻ എനിക്ക് പുറത്തു തരട്ടെ. അല്ല, നീ പറഞ്ഞൊക്കെ കളവാണെങ്കിൽ പടച്ചോൻ നിനക്കും പുറത്തട്ടെ, പോയിക്കോന്നാണ്. അയാളെ മനസ്സ് മാറി. ജനങ്ങളിൽ പലരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. ഇതാണോ ഇസ്ലാം? ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകുകയാണ്. എന്താ കാരണം? ഈ ഒരു സ്വഭാവം, ഒരു സൂഫിവരിന്റെ പ്രവർത്തനത്തിന്റെ സ്വഭാവം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് ഗസാലി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങളുടെ താരീഖിലുണ്ടല്ലോ, മഹാനവർകൾ തന്റെ പഠന മനന പ്രക്രിയക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരു സംഘം വന്നൊരു പരാതി പറഞ്ഞു. ഉസ്താദെ, നമ്മളെ വീട്ടിൽ എലികൾ വർദ്ധിച്ചിട്ടുണ്ട്, കുടുംബിനികൾ പോലും മനസ്സിലാക്കണം.
നമ്മുടെ വീട്ടിൽ എലികൾ വർദ്ധിച്ചിട്ട് ധാരാളം എലികളുണ്ട്. ഈ വർദ്ധിച്ചു നിൽക്കുന്ന എലികളെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഉപായം കണ്ടെത്തിയിട്ടുണ്ട്. പരമ്പരാഗതമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, ഞങ്ങളൊരു പൂച്ചയെ വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ പൂച്ചയെ വളർത്താൻ പോവാന്ന് പറഞ്ഞു. ആര്? ശിഷ്യന്മാർ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങളോട്. ഗസാലി ഇമാം എടുത്ത പടി പറഞ്ഞു, പൂച്ചയെ വളർത്തണ്ടെന്ന് പറഞ്ഞു. പൂച്ച വേണ്ട. ശിഷ്യന്മാർ അങ്കലാപ്പിലായി. കാരണം എന്തുകൊണ്ട്? പൂച്ചയെ വളർത്തരുത് എന്ന് പറയാൻ പൂച്ച വളർത്തപ്പെടാൻ പാടില്ലാത്ത ജീവിയല്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പ്രമുഖനായ ഒരു ഹദീസിന്റെ റിപ്പോർട്ടർ കൊടുത്ത പേരെന്താ? ഇപ്പൊ നമുക്കറിയാലോ, അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത ആളാ. പക്ഷെ അങ്ങനെ പറഞ്ഞ പലർക്കും ആ പേരറിയില്ല. ആരാ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്ന് ചോദിക്കും. അത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വേഗം ബോധ്യവും. അബൂ ഹുറൈറ എന്ന പേര് ഒരു പൂച്ചയുമായി ബന്ധപ്പെട്ട് പ്രവാചകർ കൊടുത്തതാ. പൂച്ചനെ വളർത്തിയതാ കുഴപ്പം. ആ പൂച്ചയെ കളിപ്പിച്ചത് കൊണ്ട് പൂച്ചക്കുട്ടിയുടെ ബാപ്പ എന്ന് പേരിട്ടു അബൂ ഹുറൈറ. അവ പൂച്ചയെ വളർത്താമെന്ന് പ്രവാചകരുടെ ഈ നയപരിപാടി എന്ന് ബോധ്യായി. പിന്നെന്താ നമ്മൾ ഉസ്താദ് പൂച്ചനെ വളർത്തണ്ടെന്ന് പറഞ്ഞത്? ശിഷ്യന്മാരുടെ മനസ്സിൽ സംശയം, ആശങ്ക. അന്ന് എടുത്തു ചാടി ചോദിച്ചുകൂടാ, ഭവ്യത ഉണ്ട് അവർക്ക്. അവര് വളരെ അദബോടെ അച്ചടക്കത്തോടു കൂടി ഉസ്താദിനെ സമീപിച്ചു. ഗുരുവര്യരോട് വളരെ മാന്യമായി ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ എന്താ പൂച്ചയെ വളർത്തിയുള്ള കുഴപ്പം? എലിയെ കൊല്ലാൻ? ഉസ്താദ് പറഞ്ഞു, പൂച്ചയെ വളർത്തണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എലിയെ കൊല്ലാൻ പൂച്ച വേണ്ട. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചു. ഉസ്താദ് വിശദീകരിച്ചു കൊടുത്തു ശിഷ്യന്മാർക്ക്. അക്ഷ, ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ്. എന്താണ് ഭയം? ഇതിലെ ദാർശനികത നോക്കണം നിങ്ങൾ, ഇതിന്റെ തത്വാംശം നോക്കണം നിങ്ങൾ. നമുക്ക് ചിന്താതീതമാണത്. മഹാനായ ഗസാലി ഇമാം റഹിമഹുല്ലാഹ് പറയുന്നു, ശിഷ്യന്മാരുടെ കിതാബിലുണ്ടല്ലോ, ഞാൻ ഭയപ്പെടുന്നു ഈ പൂച്ച ശബ്ദമുണ്ടാക്കിയാൽ അത് എലി കേൾക്കും. എലി കേൾക്കും പൂച്ചയുടെ ശബ്ദം. എലി പൂച്ചയുടെ ശബ്ദം കേട്ടാലോ ഈ വീട്ടിലെ എലികളൊക്കെ ഉടനടി അടുത്ത വീടുകളിലേക്ക് ഓടിപ്പോയി. എന്റെ വീട്ടിലെ എലി അടുത്ത വീട്ടിലെത്തും. എന്റെ വീട്ടിലെ എലി അടുത്ത വീട്ടിലെത്തിയാലോ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടവനെ പോലെയാകും. ബിമാലാ ഉഹിബ്ബുലി നഫ്സി, എനിക്കിഷ്ടമില്ലാത്തത്, എനിക്ക് വേണ്ടാത്തത് അവനെ കെട്ടിയേൽപ്പിച്ചവനെ പോലെയാകും. താൻ ഇഷ്ടപ്പെട്ടതേ മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ പണി ചെയ്താൽ നാളെ മഹ്ശറിൽ കുറ്റം ചുമക്കേണ്ടി വരും. എനിക്ക് വയ്യ. തന്റെ വീട്ടിൽ നിന്ന് പൂച്ച ശബ്ദിച്ചിട്ട് ഒരു എലി പോലും അപ്പുറത്ത് പോയാൽ അതിന്റെ കുറ്റം മഹ്ശറിൽ പേരേണ്ടി വരുമെന്ന് പഠിപ്പിച്ച ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ശിഷ്യന്മാർ പഠിപ്പിച്ച ദീന്, അതിൽപ്പെട്ട ശിഷ്യന്മാർ വളർത്തിയ ദീന്, ആ ദീൻ പഠിച്ച മനുഷ്യന്റെ മക്കൾ ബസ് സ്റ്റോപ്പിൽ ബോംബ് വെക്കുമെന്നാണോ? അവരെ കൊണ്ടുപോയിട്ട് സമൂഹത്തിൽ തീവ്രവാദം ജനിപ്പിക്കുന്നാണോ പറയുന്നത്? അങ്ങനെ വല്ലവനും ചെയ്താൽ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തല്ലേ? മന്നശാറ ബിഹദീദത്തിന്റെ ആയുധം കൊണ്ട് ചൂണ്ടിപ്പിടിച്ചാൽ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ യളഅഹാ, ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ യളഅഹാ. ആയുധം താഴെ വെക്കുന്നത് വരെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയത്? എന്താ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയത്? ഇസ്ലാം എന്ന് പറയുന്ന തത്വാംശം ലോകത്ത് പ്രചരിച്ചത് അങ്ങനെയാണ്. ഇത് പഠിച്ച ആളുകൾ ഇസ്ലാമിലേക്ക് വരില്ലേ? ഇത് പഠിച്ചവർ ഇസ്ലാമിനെ മനസ്സിലാക്കൂലേ? ഇങ്ങനെയാണ് സൂഫിയാക്കൾ ദീൻ വളർത്തിയത്. അങ്ങനെ ദീൻ ഇവിടെ വളർന്നത്. 12 പ്രബോധകന്മാർ നൗകയേറി വന്ന കേരളത്തിൽ കൊടുങ്ങല്ലൂരില പായ്ക്കപ്പൽ നങ്കൂരമിട്ടിട്ട് 80 ലക്ഷം മുസ്ലിമീങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ ചോരച്ചാല് നീന്തിക്കടന്നുകൊണ്ട് ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ വളർത്തിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ചരിത്രമില്ലല്ലോ. പള്ളി കെട്ടിയും മദ്രസ കെട്ടിയും ഉത്ബോധനം നടത്തിയും ജനങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്ത് വളർത്തിയ ദീനല്ലേ ഇവിടെ ഉള്ളത്?